ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിരിക്കണോ? അങ്ങനെ ധനുബേബിയുടെ പിറന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ രണ്ടാം പിറന്നാളായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ അവരെല്ലാരും പോയി. ഇപ്പൊ എന്തായാലും ഇന്നിപ്പോ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പൊ ഞാനിനി കുറച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മ എങ്ങടാ പോയിന്ന് അറിയില്ല കേട്ടോ. രാവിലെ തോർത്തും കൊണ്ടൊക്കെ എടുത്തിട്ട് പോയതാണ്. വീണോ? ആ തക്കാളി ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കണത് ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല. അതില് എല്ലാരും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാരും അങ്ങനെ ഹോമിലായിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ തക്കാളി ചമ്മന്തി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. ധനി ബേബി അവള് കളിച്ചിട്ട് ഇവിടെ ആളെ അവിടെ വീണു. ഇവിടെ മേമയുണ്ട് കണ്ടോ, മേമ കിടക്കാണ്. അപ്പൊ അവൾക്ക് കളിക്കാൻ ഒരാള് കയറിട്ട് ഇപ്പൊ അവള് കളിച്ചോണ്ട് ഇങ്ങനെ നടക്കുക, ഉറങ്ങണില്ല. നേരത്തെ വന്നിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവള് വാശി പിടിക്കായിരുന്നു കേട്ടോ. ഇപ്പൊ മേമയെ കിട്ടിയപ്പോ കളിച്ചോണ്ടിരിക്കുക. എന്തൊക്കെയുണ്ട് പിന്നെ എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കണം എല്ലാരും. ഇനി എന്തായാലും കുറച്ച് അലക്കാനുണ്ട്. അപ്പൊ അത് അലക്കിയിടണം. എന്താ അത് വീഴരുത് കേട്ടോ. വെയിലൊക്കെ ഉണ്ട്. വെയില് മങ്ങിയിട്ടും വെയിൽ കുറെ ഉദിച്ചിട്ടൊക്കെയാണ്. കൊറേ കുട്ടികളുടെ ഡ്രസ്സ്, ചെറിയ ആളുടെ ഡ്രസ്സും കുറച്ചുകൂടെ അഴിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം തിരുമ്പി ഇടണം. ഇതായിട്ട് വേണം. തക്കാളിയില് നല്ല വെള്ളം കേട്ടോ. പൊന്നെ അങ്ങോട്ട് പോ. നമുക്ക് അടുത്ത വീഡിയോ ഒരു Q&A ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷനിലൊക്കെയാണ്. കുറേ പേര് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എപ്പോഴും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊരു Q&A ചെയ്യണം. കറിവേപ്പില ഞാൻ 2 പറിച്ചിട്ട് വന്നതാട്ടോ. ഈ രണ്ടെണ്ണം പറിച്ചുണ്ട്. കുറെ കൊണ്ടെന്ന് വെച്ചാലും വാടും ചെയ്യും, വെയിലിന്റെ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് പറിച്ചിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട്. ഉള്ളിയൊക്കെ ഉണ്ട്. ഞാൻ ഉള്ളിയൊക്കെ ഒരു കവറിലാക്കി വെച്ചിരിക്കുക. എല്ലാം കൂടി ആക്കി ഇതാക്കിയിട്ടുണ്ടെങ്കിലേ, കൊട്ടയാണെങ്കിൽ എലി കടിച്ചിട്ടുണ്ടോ, ഫോമിലാക്കിക്കണു. ഇതുണ്ടോ, പച്ചക്കറി കൊട്ടയാണ്. ഇതാണ്ടോ ഓട്ട. എലികളുടെ ശല്യം ഭയങ്കരാണ്. കുറച്ച് ഞാൻ വേസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ഒരു കാസറോൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതും കൂടി ഒന്ന് മോറി വെക്കണം കേട്ടോ. തന്നെയാണ് ഇപ്പൊ ഇനി അടുത്തൊരു ഇതുള്ളൂ. പിന്നെ അലക്കല്, കുളി. ബേബീനെ കുളിപ്പിച്ചിട്ട് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. കഞ്ഞിയാ കുടിച്ചു. അപ്പൊ കഞ്ഞി അങ്ങനെ ആള് കുടിക്കണില്ല. എന്താ അറിയില്ല കേട്ടോ. കുട്ടിയൊന്നും കഴിക്കാത്തവരാണ് എനിക്ക് ആകെ ഒരു ഇടങ്ങാറ്. എന്തെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് അവള് കളിക്കുകയാണെങ്കിൽ ഒരു സമാധാന. കുട്ടിയൊന്നും കഴിക്കില്ലേ. നമുക്കൊരു ഇടങ്ങാറ്, നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത്തിരി മുളക് പൊടി, മഞ്ഞപ്പൊടി ഇടണം. ശകലം മല്ലിപ്പൊടി. ഇത് എപ്പോഴൊന്നും വെക്കാൻ ഇപ്പൊ ഒരു സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ വീതനപ്പുറത്ത് തന്നെ ഇങ്ങനെ വെച്ചോണ്ട്. നല്ല അനിയത്തി വന്നിട്ട് കൊറേ എന്താ പറയാ പാലകയൊക്കെ എടുത്തുകൊണ്ടെന്ന് ഇവിടെ അടിച്ചൊക്കെ നോക്കിട്ടോ. ഇതുകൾ അവിടെ എവിടെയെങ്കിലും കയറ്റി വെക്കുക ചേച്ചിന്ന്. അപ്പൊ നമുക്ക് കബോർഡുകളൊക്കെ അടിക്കണം എന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ പറ്റിയൊരു സാഹചര്യം നല്ലൊക്കെ ശരിയാവുന്നു അല്ലേ. പിന്നെ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്യോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അതും ഉൾപ്പെടുത്താട്ടോ. എന്താ കുഞ്ഞാറ്റ അവിടെ ചെയ്യണേ? കുഞ്ഞാറ്റേ എന്താ കാട്ടുന്ന കുട്ടി?
അത് അവളുടെ തന്നെയാണ്. എന്താ ഇങ്ങനെ കുട്ടി പറഞ്ഞ കേക്കാത്ത? അപ്പി അമ്മ എടുത്തേക്ക കേട്ടോ, അമ്മ എടുത്തേക്ക കേട്ടോ. അമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ, നമുക്ക് നാളെ പല്ല് തേക്കാനേ രാവിലെ. അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എളുപ്പ കറിയാണ് കേട്ടോ, എളുപ്പം വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് വെക്കണത്. ഇവിടെ ഇനി സമയം കൊറേ അലക്കാണ്ട്. അലക്കി വരുമ്പോഴത്തേന് ഇനി ഞാനൊരു ആവശ്യമാവും. പപ്പടം ഉണ്ട്, കാച്ചണോ ചൂടണോ എന്നുള്ള സംശയത്തിലാട്ടെ ഞാന്. ആദ്യമൊക്കെ ഞങ്ങള് കടയിൽ പോകുമ്പോഴേ എളുപ്പക്കറി ഈ ഒരു തക്കാളി ചമ്മന്തിയും പയറുപ്പേരി, തക്കാളി ചമ്മന്തിയും കാർട്ടൂണും കിട്ടണൊന്നുമില്ല. റീചാർജ് കഴിഞ്ഞിക്ക ടിവിത്തെ. ഇനിയിപ്പോ എന്താ വിചാരിച്ച്? അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളിപ്പോ അതും മരിക്കണുണ്ടാവില്ലേ, കാർട്ടൂണ് 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 പറഞ്ഞിട്ട്. അല്ല കുട്ടി റെഡി ആയിട്ടൊന്നും കാര്യമില്ല കുട്ടി, കാർട്ടൂണ് കാണാൻ പറ്റില്ല കുട്ടി, പറ്റില്ല കുട്ടി, പറ്റില്ല കുട്ടി. ടി വി കാണാം. റീചാർജ് കഴിഞ്ഞിക്കട്ടെ. രാവിലെ ഇട്ടപ്പോ തന്നെ ഓരോരോ ചാനല് പോണു. കാർട്ടൂൺ കൊച്ചു ടി വി പോയി, പിന്നെന്താ നൈക്കോ ജൂനിയറോ എന്ത് കുക്കല്ല. അങ്ങനെ കുട്ടികളുടെ ട്രൗസറുകളും ബനിയനും ഒക്കെ അലക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാ ഈ ഇടയ്ക്കിടയ്ക്ക് വെയില് മങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, അലക്കി കഴിഞ്ഞ പിന്നെ ഒരു സമാധാനം. എന്താന്ന് വെച്ചാല് അങ്ങനെ കിടക്കില്ലല്ലോ, മുഷിഞ്ഞു കിടക്കില്ലല്ലോ. അതുകൊണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സുകൾ ഞാൻ അവിടെ വീടിന്റെ പുറകുവശത്ത് ഇട്ടു കേട്ടോ. അതാണ് കുഞ്ഞു കുഞ്ഞ ഇതുകളായതുകൊണ്ടേ. ഇവിടെ അമ്മ ഈ എന്താ പറയാ കോവയ്ക്കുണ്ട്, കോവയ്ക്കയ്ക്ക് ഇവിടെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ മേലെയാണ് കേട്ടോ തോർത്തുന്നത്. ഇവിടെയാണെങ്കിൽ നല്ല വെയിലും ഉണ്ട്. ഉള്ള വെയിൽ എന്തായാലും കൊണ്ടാലേ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ വെച്ചിട്ട് ഇവിടെ തന്നെ തോരയിടുന്നത്. ഈ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുളിക്കാന്. ഞാൻ ഇന്നിപ്പോ എന്തായാലും അമ്മേനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അമ്മേനെ നമ്മുടെ ക്യാമറാമാനെ ആക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആളെ മഷിയിട്ട് തെരഞ്ഞിട്ട് കാണാനില്ല മക്കളെ. എവിടെ പോയി എന്നറിയില്ല. ചിലപ്പോ മേമയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും കേട്ടോ, വലിയ മേമയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അവിടെ പോയിട്ട് സംസാരിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ, വന്നിട്ടില്ല ആള്. എന്തായാലും അങ്ങനെ തോരയിടല് കഴിഞ്ഞു. കുറച്ചും കൂടി അലക്കാണ്ടിട്ട് എന്റെ ഡ്രസ്സുകള്, പിന്നെ നമ്മുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാണ്ട്. വെയില് താങ്ങണേ ഇല്ല കേട്ടോ, നല്ല വെയില്. തുണികള് പകുതിയൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. ഞാന് നേരത്തെ വോയിസ് മൈക്ക് ഓണാക്കാൻ മറന്നു. അല്ല കുഞ്ഞാറ്റേ, നമ്മുടെ കുട്ടി ആണ് പോവാ വീഴുട്ടോ. ഞാനിപ്പോഴാ അലക്കിയിട്ട്. ഇതൊക്കെ വീതനപ്പുറത്തിടുന്ന തുണികളാണേ. ഇതിപ്പോ അത് അവിടെ തന്നെ കൊണ്ടുവരുന്നത്. ഏട്ടന്റെ ഒരു ബനിയൻ ഉണ്ട്, ഇത് ഉണങ്ങിയിട്ടില്ല. ഞാൻ നിങ്ങളെ കാണാണ്ടപ്പോ ഞാൻ എന്താണാ വിചാരിച്ചു ഉച്ചക്കിട്ടമ്മ. ഞാൻ എന്നിട്ട് വീഡിയോയില് പറയും ചെയ്തു, എന്താ അമ്മ എങ്ങടാ പോയാണാവോ കാണാല്ല. ഞാൻ എന്നിട്ട് മേമയുടെ ഇടയ്ക്ക് പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെ കുഞ്ഞാറ്റേ, അമ്മമ്മേനെ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
അപ്പോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ പുതിയ ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. മെസ്സേജ് ഓപ്ഷന്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.